പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും നല്ലതുമായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഉണരുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, നന്മകളെ പ്രാപിപ്പാൻ ഇന്നത്തെ ഒരു പകൽവേള ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം എല്ലാവരും സന്തോഷത്തോടാണ് ഉണർന്നത്. ദൈവത്തിന് പ്രഭാതത്തിൽ നന്ദി പറഞ്ഞു. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ അല്പസമയം ആയിരിക്കാൻ ദൈവ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നായിൽ അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: ദൈവം കൽപ്പിച്ചത് മനുഷ്യന് മാറ്റാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് ആധാരമാക്കി ഒരു ദൈവത്തിന്റെ വചനം ഇവിടെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം: അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. സ്തോത്രം. ദൈവം കൽപ്പിച്ചതിനെ, അഥവാ ദൈവം ചേർത്തതിനെ, അഥവാ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനാൽ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ദൈവം കൽപ്പിച്ചതാണ്, അത് മനുഷ്യന് മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വാക്ക് എന്നുള്ളത് അത് മനുഷ്യ പ്രജകൾ അനുസരിക്കേണ്ട ദൈവത്തിന്റെ കൽപ്പനകളാണ്, അഥവാ ആജ്ഞയാണ്. അത് നാം ശക്തിയോടും പൂർവാധികം അത് അനുസരണത്തോടും കൂടെ അത് ഏറ്റെടുക്കേണ്ടതായ ഒരു ചുമതല ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഉള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇത്രയും അനുഗ്രഹീതമാകുന്ന ഒരു തിരുവചനം നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹം ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഐക്യതയാണ്. ദൈവത്തിന് സ്തോത്രം. അഥവാ ദൈവം കൂട്ടിച്ചേർത്തതായിരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. അത് എവിടെ വച്ചാണ്? ആദാമിന്റെയും ഹവ്വായുടെയും ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഏദനിൽ വെച്ച് തുടക്കം കുറിച്ചതായ വിവാഹം. സ്തോത്രം. അവർ വിവാഹം കഴിക്കുന്നതിന് മുൻപേ ആ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടല്ല ഇന്ന് ഒന്നത്രേ. അത് പറയുവാനുള്ള കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിലത്തെ പൊടി എടുത്ത് മണ്ണെടുത്ത് കുഴച്ച് അതിനെ മനുഷ്യൻ്റെതായിരിക്കുന്നതായ രൂപത്തിലാക്കി ദൈവത്തിന്റെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറുന്നു. അങ്ങനെ ജീവനുള്ള ദേഹിയായി മാറുമ്പോൾ അവനെ ആക്കി വെച്ചതായ ഏദൻ തോട്ടത്തിൽ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് അവന് തക്ക തുണയെ, ദൈവത്തിന് സ്തോത്രം, ഒരു തുണയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവന് തക്ക തുണയെ ദൈവം അവിടെ ആക്കി കൊടുത്തു. അതാണ് ഹവ്വ. ദൈവത്തിന് സ്തോത്രം. ഈ തക്ക തുണ എന്ന് പറയുന്നത് അവരുടെ കുടുംബ ജീവിതത്തിൽ കഷ്ടങ്ങള്, പ്രയാസങ്ങള്, പരിശോധനകള്, പ്രതിസന്ധികൾ, ഇതൊക്കെ ജീവിതത്തിന് നേരിടുമ്പോൾ അതിനെ താങ്ങി, അഥവാ ആ വീണ് ക്ഷീണിച്ചു പോകേണ്ട ഇടങ്ങളിൽ താങ്ങി നിർത്തുന്നതായ പരസ്പര കരങ്ങളെയാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭാര്യയ്ക്കൊരു ക്ഷീണം വന്നാൽ, ഭാര്യയ്ക്കൊരു സങ്കടം വന്നാൽ ഭർത്താവ് അതിനെ ആശ്വസിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അഥവാ ഭർത്താവിനൊരു സങ്കടം വന്നാൽ ഭാര്യ അവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെ പരസ്പരം ദൈവത്തിന് സ്തോത്രം ഒന്നാകുക. അവിടെ ദൈവത്തിന് സ്തോത്രം, അവർ ഒന്നാകുകയാണ്, അവർ രണ്ടല്ല. കാരണം ഭർത്താവിന് വേദനിക്കുമ്പോൾ അവിടെ ഭാര്യയ്ക്കും വേദന ഉണ്ടാകണം, ഭാര്യയ്ക്ക് വേദനിക്കുമ്പോൾ ഭർത്താവിനും വേദന ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ശരീരമായെങ്കിൽ മാത്രമേ വേദനകൾ പരസ്പരം അറിയുവാൻ കഴിയുകയുള്ളൂ. അവർ ഒരു ദേഹമാണെന്നാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്. ദൈവം സ്ഥാപിച്ചതായിരിക്കുന്ന, ഏദനിൽ സ്ഥാപിച്ചതായിരിക്കുന്ന ഏറ്റവും വലുതായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്, അഥവാ ഒരു ദൈവത്തിന് സ്തോത്രം, ദൈവം നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം. ദൈവത്തിന് സ്തോത്രം. വിവാഹം എല്ലാവർക്കും, ദൈവത്തിന് സ്തോത്രം, അത് അനുഗ്രഹമാണ്. വിവാഹം നമ്മൾ കഴിക്കുവാൻ വളരെ ആഗ്രഹിക്കുന്നവരുണ്ട്, എന്നാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏകരായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ എപ്പോഴും കൂടെ നിൽക്കുവാൻ, കൂടെ വസിക്കുവാൻ, കൂടെ താമസിക്കുവാൻ
ഒരു വ്യക്തി അഥവാ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവാഹം എല്ലാ ദൈവമക്കൾക്കും അത് മാന്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് വിവാഹം കഴിച്ചവരൊക്കെ പലരും കുഞ്ഞുങ്ങളായിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ കുഞ്ഞുങ്ങളാകുന്നതിന് മുമ്പേ ഡൈവേഴ്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അനേക കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒന്ന് മനസ്സിലാക്കണം, ഇത് ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തികളും അത് ദൈവത്തിന് സ്തോത്രം ഒരു ഡൈവേഴ്സിന്റെ വക്കിലേക്ക് എത്തുകയില്ല. കാരണം ദൈവമാണ് അവരെ കൂട്ടിച്ചേർത്തത്. അവർ വലിയ ഉടമ്പടിയോടുകൂടെയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിവാഹം എല്ലാ ദൈവമക്കൾക്കും മാന്യവും കിടക്ക നിർമ്മലവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിവാഹം ഒരു പരിശുദ്ധമാണ്, വിവാഹം ഒരു മാന്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരുടേതായിരിക്കുന്ന മറ്റുള്ളതായിരിക്കുന്ന ജീവിത കാര്യങ്ങൾ പോലും ദൈവത്തിന് സ്തോത്രം, അവരെ കിടക്ക പോലും നിർമ്മലമാണ്. സ്തോത്രം. അനേക കുടുംബങ്ങൾ തകരുന്നത് വിവാഹം കഴിച്ചിട്ട് മറ്റുള്ളതായിരിക്കുന്ന സ്ത്രീകളോട് ദൈവത്തിന് സ്തോത്രം സഹകരിക്കാൻ പോകുമ്പോൾ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മറിച്ച് പുരുഷന്മാർ മറ്റുള്ളതായിരിക്കുന്ന ഇതിലേക്ക് മാറുമ്പോൾ അവിടെ കുടുംബം തകരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിന്റെ കൽപ്പന ഇങ്ങനെ പറയുന്നതാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ വലിയൊരു ഉടമ്പടിയാണ്. മരണത്താൽ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യല്? വേർപിരിയരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണത്താലല്ലാതെ, നിങ്ങൾ ഒരു ശരീരമാണ്, നിങ്ങൾ വേർപിരിയണമെങ്കിൽ മരണത്താലല്ലാതെ വേർപിരിയരുത് എന്നാണ്. അപ്പോൾ വലിയ ഒരു ഉടമ്പടിയാണ്. ദൈവഭക്തന്മാരുടെയും ദൈവദാസന്മാരുടെയും ദൈവത്തിന്റെയും മുൻപിൽ നിങ്ങൾ എടുക്കുന്നതായ അഥവാ വിവാഹം കഴിക്കുവാൻ വന്നിരിക്കുന്നതായ വധുവരന്മാർ എടുക്കുന്നതായ ദൈവമായുള്ള തന്റെ വിശുദ്ധന്മാരുമായുള്ള വലിയൊരു ഉടമ്പടിയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക ഉടമ്പടി നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കിടക്ക മലിനമാകുമ്പോഴാണ്, നമ്മുടെ കുടുംബജീവിതം പാപത്തിലേക്ക് പോകുമ്പോഴാണ് ആ ശത്രുവായവൻ അവിടെ പ്രവേശിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം പല കുടുംബങ്ങളും ചിത്രിച്ചു പോകുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ദൈവമായിട്ടുള്ള ആ വലിയ ഉടമ്പടി എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന തക്ക തൂണ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ എല്ലാവരും ഇവിടെ കേട്ടിരിക്കുന്ന ഒരുമാതിരി എല്ലാ പ്രിയപ്പെട്ടവരും വിവാഹം കഴിച്ചവരാണ്. എന്നാൽ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായും ആശയപരമായും ചിന്താപരമായും വൈകാരികവും ഒന്നായിരിക്കും. ഒന്നായി അവർ ചേർക്കുവാൻ അഥവാ ഒന്നിച്ചവർ ചിന്തിക്കുവാൻ, ഒന്നായി ചേരുവാൻ കഴിയുന്നതാണ് ഒരു കുടുംബജീവിതം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പരസ്പരം ഉണ്ടായിരിക്കണം. ഒന്ന് ശാരീരികമായും, ഒന്ന് മാനസികമായും, ആത്മീയമായും, ആശയപരമായും, ചിന്താപരമായും, ദൈവത്തിന് സ്തോത്രം ആയും ദൈവത്തിന് സ്തോത്രം നമ്മൾ ഒന്നായിരിക്കണം. ഏത് കാര്യങ്ങൾക്കും കൂട്ടായി നിൽക്കുന്ന, ഏത് പ്രയാസത്തിനും ഒന്നിച്ചു നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം ആ ഒരു കുടുംബമാണ്, ആ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധമാണ്. അവരാണ് ദൈവത്തിന് സ്തോത്രം ഏക ശരീരം. അവരെ ദൈവം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഈ ഭൂമിയിൽ ഒരു വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി ഇവിടെ പാർക്കുന്നു. ഒരു വലിയ ദൈവത്തിന് സ്തോത്രം, ഒരു വലിയതായിരിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ദൈവം ഇവിടെ നമുക്ക് തരുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മണവാളനുമായിട്ടൊരു വിവാഹമുണ്ട്. നമ്മളെല്ലാം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളൂ. വിവാഹം കഴിക്കേണ്ട ഒരു സമയമുണ്ടാകും നമ്മുടെ മണവാളനുമായിട്ട്. നമ്മൾ കല്യാണ സദ്യയിൽ പ്രവേശിക്കുകയും മണവാളനോട് മണിയറയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ കുടുംബജീവിതം എത്ര വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തിന് സ്തോത്രം അത്രമാത്രം പവിത്രതയോടും കാത്തു പരിപാലിക്കുന്ന തന്റെ മക്കൾക്ക്, അഥവാ ദൈവം കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബജീവിതത്തിന് മാത്രമേ നമ്മുടെ മണവാളനായി സ്വീകരിക്കുവാൻ, അവനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബജീവിതം നമ്മൾ നിസ്സാരമായി കാണരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇത്രമാത്രം വിശുദ്ധിയും വേർപാടുമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം, വിവാഹം എല്ലാ ദൈവമക്കൾക്കും മാന്യമാണ്, കിടക്ക നിർമ്മലമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കാതെ
നമ്മുടെ കുടുംബജീവിതം ചിന്തിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അപ്പാ, അടിയങ്ങൾക്ക് ചിന്തിക്കുവാൻ, വചനത്തെ ധ്യാനിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. ഞങ്ങളെല്ലാം കുടുംബസ്ഥരാണ്, കുടുംബം ആകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ വചനം അവരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ഞങ്ങളുടെ കുടുംബജീവിതം ഭദ്രതയോടെ കാത്തു സൂക്ഷിപ്പാൻ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങൾ ഇങ്ങനൊരു കുടുംബജീവിതം നയിക്കുന്നുവെങ്കിൽ അവസാനം ഞങ്ങളുടെ കർത്താവിനോടുകൂടെ ഒരു ജീവിതമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാനും അവിടുന്ന് വേണ്ടി പ്രവർത്തിപ്പാനും കൃപ നൽകണമേ. കർത്താവ് കേട്ടതായ വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ നൽകണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു പ്രഭാതം ദൈവം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.